ഹലോ. ഹലോ സാർ, നമസ്തേ. ആ. ഇത് ഇങ്ങനെ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ആ. ഒരു ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ അവരുടെ ഉള്ളിലുള്ളതെല്ലാം പറയും. എവിടുന്നാ വിളിക്കുന്നത്? ഞങ്ങള് കർണാടകത്തിൽ നിന്ന്. ഉം, ഉം. അപ്പൊ സാറിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഈയിടെ ഇന്നലെയും ഇന്നുമൊക്കെ ഇരുന്ന് കണ്ടത് കൊണ്ടാണ് എനിക്ക് വിളിക്കണം എന്ന് തോന്നി. ആരോടേലും ഒന്ന് ചോദിച്ചറിയണം ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്ന് തോന്നി. ഇത് ഇങ്ങനെ നേരായിട്ട് ഇങ്ങനെ ഉള്ളതാണോ അതോ ഇനി എന്തെങ്കിലും എന്തൊക്കെയോ ഒരു സംശയം. എന്തൊക്കെയാന്ന് പറഞ്ഞോളൂ. അത് ഒരു വ്യക്തിനെ കണ്ടു കഴിയുമ്പോൾ അവരെ കണ്ടു കഴിയുമ്പോൾ അവരുടെ കഴിഞ്ഞ കാലങ്ങള്, പിന്നെ അതുപോലെ അവർക്ക് ഇനി മുമ്പോട്ട് വരുന്ന കാര്യങ്ങള്, അതുപോലെ ഇപ്പൊ നടക്കാൻ പോകുന്ന കാര്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഇങ്ങനെ സ്കാൻ ചെയ്യുന്ന പോലെ പറയും. അപ്പൊ ഞാൻ പറയും, ഇല്ല അത് അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയാൻ കഴിയല, അങ്ങനെയൊന്നും പറയാൻ കഴിയത്തില്ല എന്നൊക്കെ പറയും. ഇല്ല എനിക്ക് പറയാൻ കഴിയൂന്ന് പുള്ളി പറയും. അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ട്. എന്താ ചെയ്യുന്ന അവിടെ ജോലി പുള്ളി ഒരു മേസ്തിരിയാ. ഈ വീടിന്റെ ഈ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന ആളാ. അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഈ കർണാടകത്തിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 6-7 അമ്പലമൊക്കെ പണിതു. ഈ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടല്ലേ, അതായത് ഈ തറവാട്ട് വകയായിട്ടുള്ള ക്ഷേത്രങ്ങള്, കുടുംബക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒരു 6-7 എണ്ണം പണിതു. അപ്പൊ അതിന് അങ്ങനെ പണിതെല്ലാം കൊടുത്തു കഴിഞ്ഞ പിന്നെയാണ് പുള്ളിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുകയും ഒക്കെ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ ആൾക്കാർ കൂട്ടിക്കൊണ്ട് പോയി കാണിക്കുമ്പോ അവിടെ ഇങ്ങനെ എന്തെങ്കിലും ചള്ളുണ്ട്, അല്ലെ വരുത്തുപോക്കുണ്ട്, ഇന്നടത്ത് ഇന്ന സാധനം ഇരിപ്പുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സിദ്ധികൾ കാണാൻ? 3-4 വർഷമായി സാറേ. അപ്പൊ എത്ര വയസ്സായിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്? ഇപ്പൊ അദ്ദേഹത്തിന് ഒരു 48-49 വയസ്സ് ആയിട്ടുണ്ട്. 40 വയസ്സിന് ശേഷമാണ് ഇത് ഇങ്ങനെ കാണാൻ തുടങ്ങിയത് അല്ലേ? അതെ അതെ. എത്ര കാലമായി നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്? വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഓക്കെ. അപ്പൊ അന്നൊന്നും ഇങ്ങനെ സിദ്ധികളൊന്നും ഇല്ല അല്ലേ? ഇല്ല, അന്നൊന്നും ഇല്ല. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഈ കിണറിനൊക്കെ സ്ഥാനം നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ട് ഇവിടെ വെള്ളമുണ്ട്, പിന്നെ ഇവിടെ വെള്ളമുണ്ട്, ഇവിടെ ഈ സ്ഥലം കൊള്ളൂല, ചള്ള അങ്ങോട്ട് പോകല്ലേ, ഇങ്ങനെയൊക്കെ പറയും. എവിടെയെങ്കിലും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പോവൊക്കെ ആണെങ്കിൽ ആ സ്ഥലത്ത് അങ്ങോട്ട് പോകല്ലേ, അവിടെ ചള്ള് സ്ഥലമാണ്, അത് ഗുണമില്ല, അവിടെ പിള്ളേരെയൊക്കെ കൊണ്ടുപോകണേ അങ്ങോട്ട് പോകല്ലേ, അവിടെ ഗുണമില്ലാത്ത സ്ഥലം. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കളിയാക്കും. അപ്പൊ അതിന് കാരണം പറയോ? അങ്ങനെ പറയാൻ എന്താ കാരണം എന്നൊക്കെ പറയോ? അന്നേരം പറയും, നിങ്ങൾ പേടിക്കും, നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പേടിയാകും എന്നൊക്കെ പറയും. എന്തൊക്കെയോ അങ്ങേര് കാണുന്നുണ്ട്. എന്തൊക്കെയോ പുള്ളി കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് നോർമലി നോക്കുമ്പോ നോർമൽ അല്ല, എന്തോ പ്രശ്നമുണ്ട് ഇങ്ങനെ തോന്നും. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധന ചെയ്യുന്ന ആളാണോ? യോഗയോ പ്രാണായാമോ? ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. യോഗ പ്രാണായാമം ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രകൃതത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരമ്പര്യം കാണും അത്. സ്വഭാവം എന്ന് പറഞ്ഞാല് മദ്യപിക്കല, വീടി വലിക്കല, വിമല്, സിഗരറ്റ്, ഇങ്ങനെയുള്ള ഒരു ദുസ്വഭാവവും ഇല്ല. പിന്നെ ഇറച്ചി, മാംസം, മത്സ്യം ഒന്നും ഇഷ്ടമല്ല. ഭയങ്കര വൃത്തിയാണ്, ഭയങ്കര വൃത്തിയാണ് പുള്ളിക്ക്. സന്ധ്യ ആകുമ്പം വീടും പരിസരം അടിച്ചു വരണം, രാവിലെ മുറ്റം അടിച്ചു വരണം, ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേക ചിട്ടയാണ് പുള്ളിക്ക്. നല്ല ചൂട് ഭക്ഷണം, വളിച്ചത് അല്ലെങ്കിൽ പഴകിയതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെയൊക്കെയുള്ള അത് കല്യാണം കഴിഞ്ഞ കാലം തൊട്ടേ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടേ എനിക്കിങ്ങനെ. പക്ഷെ അതിന് മുമ്പും അങ്ങനെയാന്ന് അവരുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെ അതെ അതെ. കുട്ടിയായിരിക്കുമ്പോ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് അവര് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെങ്കിൽ പുള്ളി ഭയങ്കര ഭക്തനാന്നാ പറയുന്നത്. ഇവിടെ ഇവര് കണ്ണൂരുകാരാണേ. അപ്പം പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പന്റെ ഭക്തനാണ്. പിന്നെ ഇവരുടെ വീട്ടില് എന്റെ ഭർത്താവിന്റെ വീട്ടിലും അവരുടെ അമ്മയുടെ വീട്ടിലും ഒക്കെ ഈ തെയ്യമൊക്കെ ഉള്ള തെയ്യക്കോലം ഒക്കെ കെട്ടുന്ന ഒരു പാരമ്പര്യമുള്ളതാ. കെട്ടുന്നതല്ല, ഇവർക്ക് സ്വന്തമായിട്ട് ഈ തെയ്യം ഉള്ളതാ. കോലങ്ങളുണ്ട്. അവര് വർഷത്തിലൊരിക്കല് തെയ്യമൊക്കെ ഇതാക്കുന്ന ആൾക്കാരാ. ഇവര് തന്നെ കെട്ടോ തെയ്യം? അതോ ഇല്ല, ഇവര് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവരുടെ തറവാട്ട് ദൈവങ്ങളാണത്. പക്ഷെ എന്നാലും പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ ഞാൻ ഒത്തിരി വർഷമായിട്ട് ഇങ്ങോട്ട് വേണേ ഉള്ളത്. പിന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല.
അത് കാരണം എനിക്ക് ഒരു ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര, ഞാൻ പറയില്ല നുണ പറയുക, ചേട്ടായിക്ക് ഇതിങ്ങനെയൊന്നും അറിയത്തില്ല, നുണ പറയുകയെന്ന്. അന്നേരം ഈ വരുന്ന ആൾക്കാരൊക്കെ പറയില്ല കറക്റ്റാ പറയുന്നത്, കറക്റ്റാ കണ്ടു പറയുന്ന പോലെ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അവനവന്റെ വീട്ടിലുള്ളവർക്ക് വലിയ ബഹുമാനം ഉണ്ടാവില്ല, അത്ഭുതം ഉണ്ടാവില്ല, ആ അതെ 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 അംഗീകരിക്കൂല. അതെ അതെ സാറേ അതെ. എന്നിട്ട് എന്നോട് പറയും നീ ലോകത്തുള്ളവരെല്ലാം പറഞ്ഞാലും നീ വിശ്വസിക്കുകയില്ല എന്ന് പറയും. എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് തന്നെ എന്നെ വിളിച്ച് ചോദിക്കും, നീ തന്നെ ചോദിക്ക്, അവര് ഞാൻ പറഞ്ഞ നുണയാണെങ്കിൽ അവരോട് തന്നെ പറയും, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നുണയാണെങ്കിൽ അനുഭവം പറയാൻ പറ്റുമോ? അങ്ങനെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായ ഒരു സംഭവം, ഒരു അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഏതെങ്കിലും ഓർമ്മയിലുള്ളത് ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാലേ. പിന്നെ ഇങ്ങനെ ചേട്ടായി ഒരു തവണ ഞാനും പിള്ളേരും തന്നെ ഉള്ള സമയത്ത് നാട്ടിൽ പോയി. ചേട്ടന് സുഖമില്ലാണ്ടായിട്ട് ഇവിടെ മംഗലാപുരം ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോയി. അപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു സാറേ. അപ്പോൾ ഭയങ്കര പേടിയാ, കുഞ്ഞു പിള്ളേരായിരുന്നേ. അന്നേരം ഞാൻ പറഞ്ഞു ചേട്ടായി പേടി, 9-9:30 ആയപ്പോഴത്തേന് ഞങ്ങള് കിടന്നു. കിടക്കുന്നതിന് മുമ്പ് പുള്ളീനെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ചേട്ടായി ഇങ്ങനെ ഞങ്ങൾക്ക് പേടിയാവുക, രാത്രി ഭയങ്കര മഴയൊക്കെ വരും, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടി, ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. അപ്പൊ പണ്ട് മുതലേ കല്യാണം കഴിഞ്ഞ കാലത്തൊട്ടേ എനിക്കറിയാം പുള്ളിക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തിയാണ്. എന്തും പുള്ളിയോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത് അന്നേരം നടക്കും. അത്രയ്ക്ക് ഒരു ഇതാണ്, പ്രാർത്ഥനയിൽ ഭയങ്കര ഒരു ബലമാണ് പുള്ളിക്ക്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നേരം അത് നടക്കാത്ത കാര്യമാണെങ്കിലും അത് നടക്കും. അത് ഈ പിള്ളേർക്കൊക്കെ സുഖമില്ലാണ്ടൊക്കെ ആവുകയാണെങ്കിൽ വേഗം പെട്ടെന്ന് ഒരു പനിയൊക്കെ വരിക, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഓർക്കപ്പുറത്ത് എന്തെങ്കിലും അസുഖം വരുമ്പോ ഒന്ന് തലത്തൊട്ട് പ്രാർത്ഥിച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ പനിയെല്ലാം അങ്ങ് പോയി പിള്ളേർ നല്ല ഉഷാറാവും. അങ്ങനെ അന്നേരം അത് കാരണം ഞാൻ പറഞ്ഞു ചേട്ടായി ഒന്ന് പ്രാർത്ഥിക്കണേ ചേട്ടായി, ഞങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞു. സാറേ എന്നിട്ട് ഞങ്ങൾ 9:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വേഗം കിടന്നുറങ്ങി, ഞാനും പിള്ളേരുവേ. രാത്രി 12-1 മണി 2 മണി ആയി കാണും. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഉണ്ടല്ലോ ഞങ്ങളുടെ ഈ കിടന്ന റൂം നിറച്ചൊരു പ്രകാശം. പ്രകാശം തന്നെ നമ്മൾ ഈ നട്ടു ഉച്ചക്ക് ഇങ്ങനെ വെട്ടം വരൂല, അതുപോലെ ഞങ്ങളുടെ റൂം നിറച്ചൊരു വെട്ടമാ. വെട്ടം വന്നിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണ് ഇറുക്കി അടച്ചു. എനിക്ക് പേടിയായി, അത് അനങ്ങാൻ പറ്റുന്നില്ല. കൊച്ചിനെ വിളിക്കണം എന്നുണ്ട്, അടുത്ത് കിടക്കുന്ന കൊച്ചിനെ. ഒരു മോനും ഒരു മോളും, അവൻ ഇച്ചിരി വലുതാ. കൈയും കാലും ഒന്നും അനങ്ങണില്ലേ? ഇല്ല, എനിക്ക് പേടിച്ചിട്ട് തൊണ്ടയെല്ലാം ഒച്ച എടുക്കാൻ പോലും കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ കണ്ണിങ്ങനെ ഇറുക്കി അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് കൊണ്ട് ഞാനിങ്ങനെ തുറന്നു. ഇത് എന്താ നോക്കാൻ വേണ്ടി ഒരു കണ്ണ് പയ്യെ തുറന്നപ്പോ ഈ നമ്മൾ ഈ മ്യൂസിക്കിന്റെ ഒക്കെ ഒരു ഇതിങ്ങനെ പോകൂലേ സാർ, ഇങ്ങനെ ഒഴുകി അതുപോലെ ഇങ്ങനെ ഒഴുകി ജനലിനകത്തൂടെ പോകുന്നുണ്ടേ. അപ്പൊ എനിക്ക് ആ പ്രകാശം പോവാണ് അല്ലേ? ആ പ്രകാശം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഈ പ്രകാശം പെട്ടെന്ന് അലിഞ്ഞിട്ട് ഈ മ്യൂസിക്കിന്റെ ഒരു സിമ്പിൾ ഇങ്ങനെ പോവുകയല്ലേ, മൊബൈലിലും ടിവിയിലെല്ലാം കാണൂലേ, ജനലിനകത്തൂടെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോവാ. എന്നിട്ട് ഇത് കണ്ടപ്പോ ഞാനിത് ശരിക്കും കണ്ട, ഞാൻ എന്നാ തോന്നി ഇതെന്നതാ ഈ കാണുന്നത്, ഇതെന്തായിരിക്കും ഇതിനകത്ത് ഈ മുറിക്കകത്ത് എന്തോ ഉണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ ശക്തിയാന്നല്ല, എന്തായാലും ദുഷ്ടശക്തിയാണോ അതിന് എന്താണോന്നൊരു ഭയങ്കര ഭയം എനിക്ക്. അങ്ങനെ അതൊന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറശ്ശിനിക്കട അത് നിന്നിട്ട് ഞാൻ ചേട്ടായിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ രാവിലെ ഉറക്കമൊന്നുമില്ല എനിക്ക് രാത്രിയില്. വെളുപ്പിന് നേരത്തെ എന്നിട്ട് ഞാൻ പുള്ളിനെ വിളിച്ചു പറഞ്ഞു, ചേട്ടായി ഇങ്ങനെ മുറി നിറച്ച് പ്രകാശമായിരുന്നു, ഉച്ചയ്ക്ക് സൂര്യൻ ഉദിച്ച് നിന്ന പോലെ ആയിരുന്നു, എന്താന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം പറയാം നീ എന്തിനാ പേടിക്കുന്നേ, അത് മുത്തപ്പൻ കാവല് നിന്നാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് മുത്തപ്പനോ, അതെ ഞാൻ പറശ്ശിനി മുത്തപ്പനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാ കിടന്നേ, നിങ്ങൾക്ക് പേടിയാ മുത്തപ്പ കാവലായിട്ട് ഇരിക്കണേന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് അതങ്ങനെയായി. അത് കഴിഞ്ഞ് പിന്നെ ആ തവണ വന്ന് നാട്ടിൽ പോയിട്ട് വന്നപ്പോ ഒരു മുത്തപ്പന്റെ ഒരു കലണ്ടർ കൊണ്ടുവന്നു അവരുടെ വീട്ടില്. അവരുടെ അമ്മയുടെ അടുത്തുനിന്ന് ഒരു പഴയ കലണ്ടർ കൊണ്ടുവന്നു. അത് കുറച്ചു നാള് ഞങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടു. അതിന് വലിയ കാര്യമൊന്നും കൊടുത്തില്ല സത്യം പറഞ്ഞാല്. കാര്യം മുത്തപ്പന്റെ ഭക്തരാ ഞങ്ങൾ, എന്നാലും അതൊരു കലണ്ടർ ആണല്ലോ എന്ന് ഓർത്തിട്ട് അത് ഈ പിള്ളേര് കളിച്ചിട്ട് റൂമിൽ തിണ്ണക്കിയിട്ടിരുന്നു സാറേ. അത് എന്നിട്ട് ഇങ്ങനെ രാത്രിയിൽ എടുത്തു വെച്ചില്ല, പിള്ളേര് കളിച്ചിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് രാവിലെ എടുത്തു വെക്കാന്ന് ഓർത്ത് ഞാൻ എടുത്തു വെച്ചില്ല. രാത്രി ഇങ്ങനെ 2 മണിയൊക്കെ ആയി കാണും, പെട്ടെന്ന് ഇങ്ങനെ കണ്ണു തുറന്ന് ഞാൻ നോക്കുമ്പം ആ റൂം നിറച്ച് പ്രകാശമാണ്. ഈ അന്ന് കണ്ട പോലെ തന്നെ ആ റൂം നിറച്ച് പ്രകാശം. കലണ്ടർ കിടക്കുന്ന റൂമില് അല്ലേ? കലണ്ടർ കിടന്ന റൂമിലാണ് ഈ
ഉച്ചയ്ക്ക് നമ്മൾ ഈ നട്ടുച്ചക്കത്തെ ഒരു ഓക്കെ ഓക്കെ സൂര്യനൊരു ഭയങ്കര എല്ലാം കാണുന്നുണ്ട് പ്രകാശമില്ലേ? എല്ലാം കാണുന്നുണ്ട് അല്ലേ? ആ ആ അതുപോലെ ഒരു ഭയങ്കരം പ്രകാശം. കണ്ണ് ഞാൻ ഇറുക്കി അടച്ചു. അയ്യോ എന്റെ കണ്ണെന്നും പറഞ്ഞോണ്ട് എനിക്ക് അത്രയ്ക്ക് അപ്പോൾ ഒരു നമ്മൾ പ്രകാശമാ. കിടക്കുമ്പോൾ എങ്ങനെയാണ് അടുത്ത റൂമിലത്തെ അത് കാണുക? കാണാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വാതിലില്ല. എന്നാലും കിടക്കുമ്പോൾ നമ്മൾ കണ്ണ് മുകളിലേക്കാണല്ലേ പോവുക? അല്ല അതെ, കണ്ണ് മുകളിലോട്ട് പോകും. കണ്ണ് തുറന്നപ്പോ ഈ പ്രകാശം ഞങ്ങൾ കിടന്ന റൂമിന്റെ അങ്ങോട്ട് ഇങ്ങനെ 2 റൂമുണ്ട്. ഉം. പിന്നേലെ നേരെ ഹാളിലോട്ട് കയറുന്നു. ആ ഹാളിന്റെ തൊട്ട് പുറകിലാണ് ഞങ്ങളുടെ റൂം. കുഞ്ഞു വീടാ. ഉം. അപ്പൊ ഈ പ്രകാശം ആ വാതില് കഴിഞ്ഞ് ഇങ്ങനെ ഈ നടുക്കത്തെ റൂമിലോട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഓ ഓ ഓ ഓ. അന്നേരമാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി, ഇങ്ങനെ പുറകോട്ട് നോക്കി. ഇതെന്താ വെട്ടെന്ന് നോക്കുമ്പോ ഉം. ഇതിങ്ങനെ ഇങ്ങനെ ഭയങ്കര ഒരു പ്രകാശം. ഉം. അതങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഈ അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് കാണിച്ചു കൊടുത്തോ? എനിക്ക് അതെ, എനിക്ക് വിളിക്കാൻ കഴിയല. ആ പ്രകാശം കണ്ടു കഴിയുമ്പോ എനിക്ക് ഒച്ച വരികയില്ല, ഇങ്ങനെ അനങ്ങാൻ കഴിയല. ഇങ്ങനെ ഒരു മരച്ചിരിക്കും ഞാൻ. അങ്ങനെ ഒരു പേടി അത് കാണുമ്പോ. പിന്നെ എപ്പോഴാണ് അത് നോർമൽ ആവുക? നോർമലായി ഞാൻ കണ്ണടച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ കണ്ണ് തുറന്ന് നോക്കൂ ഈ വെട്ടം പോയോന്ന്. അപ്പൊ രണ്ടാമത് തുറന്നോക്കിയപ്പോ കണ്ടോ? അന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോ ഈ വെട്ടം ഇല്ല പിന്നീട്. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടായിനെ പയ്യെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു വെട്ടം കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്ന് നോക്കി ആ റൂമിൽ എന്തായിരിക്കും അങ്ങനെ വെട്ടം കണ്ട ഈ റൂമിൽ എന്തായിരിക്കും എന്ന് ഓർത്ത് നോക്കുമ്പോ ഈ കലണ്ടർ അവിടെ കിടപ്പുണ്ട്. അതല്ലാതെ വേറൊന്നുമില്ല. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഈ കലണ്ടർ കിടന്നിട്ട് ആ വെട്ടം കണ്ടേ, ഇതിനെ ഈ മുത്തപ്പന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചത് കൊണ്ട് അങ്ങനെ വെട്ടം വന്നേ, നമുക്കത് ഭിത്തിയിൽ ഒട്ടിക്കാന്നും പറഞ്ഞു ഞങ്ങൾക്ക്. എന്നിട്ട് പുള്ളി അത് വെട്ടി അതിന്റെ പുറത്തെ വേസ്റ്റ് പോലത്തെ ഇതെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഭിത്തിയിൽ ഒട്ടിച്ച് ഞങ്ങള് പൂജാമുറിയുടെ അവിടെ തന്നെ ഒട്ടിച്ചു വെച്ചു. ഞങ്ങൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പൂജ ചെയ്യും. അത് പിന്നെ ഞാൻ അങ്ങനത്തെ വെട്ടം കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷെ എന്റെ ഭർത്താവ് ഇങ്ങനെ പുള്ളി പറയുന്ന എല്ലാം ഈ സ്ക്രീനിൽ സിനിമയെ കാണുന്ന പോലെ ഞാൻ ആ ഒരു അനുഭവം ഒന്ന് പറയൂ. ഭർത്താവിന്റെ ഒരു അനുഭവം ഒന്ന് പറയൂ. നിങ്ങളുടെ കാര്യത്തിൽ പിന്നെ 2 സാധ്യതയുള്ളത്. ഒന്നാമത്തത് നമ്മൾ പിന്നെ നല്ല ആഴമുള്ള ഉറക്കത്തിൽ വീഴുമ്പോൾ നമ്മൾ സ്വപ്നം കാണും. ആ സ്വപ്നം വളരെ റിയലായിട്ട് തോന്നും. അപ്പോൾ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ അത് സ്വപ്നമാണ്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ സ്വപ്നം കാണും, ഇപ്പോൾ ആന കുത്താൻ ഓടിക്കണതായിട്ടൊക്കെ സ്വപ്നം കാണും. അപ്പം നമ്മൾ ഓടാൻ നോക്കുന്ന സമയത്ത് കൈയും കാലും വരില്ല. അങ്ങനെയൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ. കാലനക്കാൻ പറ്റില്ല, കാലോ കയ്യോ ഒന്നും അനക്കാൻ പറ്റില്ല. ശബ്ദം ഉണ്ടാക്കാൻ നിലവിളിക്കാൻ ശ്രമിക്കുമ്പോൾ ശബ്ദം വരാതെ അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ കാണും. അപ്പം അതൊക്കെ സ്വപ്നമാണ്. കാരണം സ്വപ്നത്തിൽ നമ്മൾ അബോധത്തിലായതുകൊണ്ട് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ലൈറ്റ് കണ്ടു, കണ്ണ് തുറന്നു എന്നൊക്കെ നമുക്ക് തോന്നുകയാണത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള തോന്നലാണ്. ഇങ്ങനെ ലൈറ്റ് കണ്ടു, നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. ആ സമയത്ത് കൈയും കാലും അനക്കാൻ കഴിഞ്ഞുവെങ്കിൽ കൈയും കാലും അനങ്ങിയിട്ട് നോക്കുമ്പോഴും അത് അവിടെ തന്നെ ഉണ്ടെങ്കിൽ അത് റിയലാണ്. അപ്പോൾ കണ്ണ് തുറന്നിട്ട് കൈയും കാലും അനക്കലും തുടങ്ങി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അത് അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് നമ്മൾ സ്വപ്നമായിരുന്നു എന്നാണ്. സ്വപ്നം കണ്ടല്ല, ഞാൻ കണ്ടതാ. ആയിക്കോട്ടെ, ഓക്കെ. ആദ്യത്തേത് ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ കണ്ടതാ സാർ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ രാത്രിയില് കണ്ണ് ഞാൻ ഉറക്കം തെളിയും. ഞാൻ ഈ 2 മണി 1 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് 2 മണിയോടുകൂടിയൊക്കെ ഉറക്കം തെളിയുന്ന പ്രകൃതമാണെങ്കിൽ എന്തോ കഴിവ് നിങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ഉറക്കം തെളിയും പെട്ടെന്ന്. ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നതാണ് സത്യം. സത്യം. അതെ, ഞാൻ കണ്ണ് തുറന്ന് ശരിക്കും കണ്ട. എന്നിട്ട് എനിക്ക് പേടി കാരണം മിണ്ടാൻ പറ്റിയില്ല. അത് ഒറ്റയ്ക്കല്ലേ കിടക്കുന്നേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതാ അങ്ങനെ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ സിദ്ധിയൊന്നും ഇല്ലെങ്കിലും സിദ്ധിയുള്ള ഒരു ഭർത്താവിന്റെ കൂടെ നമ്മൾ കിടക്കുമ്പോഴേ നമുക്ക് ഈ സിദ്ധികൾ വരും. എങ്ങനെ വെച്ചാല് അവര് ഫുൾ എനർജിയിലായിരിക്കും. അപ്പൊ അവരുടെ അടുത്ത് കിടക്കുന്ന സമയത്ത് അവരുടെ എനർജിയിലത്തെ ഒരു അംശം ഈ അടുത്ത് കിടക്കുന്ന ആളുകൾക്ക് കിട്ടും. ശരിയായ സിദ്ധിയുള്ള ആളാണ് അവരെങ്കിൽ
പിന്നെ അവരുടെ എനർജിയുടെ അംശം നമ്മളിലേക്ക് കിടക്കും. അപ്പം നമ്മളുടെ ബ്ലോക്കുകളൊക്കെ തീരും. അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ അടുത്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഞെട്ടിത്തെറിക്കും രാത്രി. കാലും കൈയും ഒക്കെ ഇട്ട് കുടയും. അതെ. അങ്ങനെ അനുഭവം ഉണ്ടോ? അങ്ങനെയുണ്ട്. പിന്നെ ഭയങ്കര ചൂടാ. അത് അദ്ദേഹത്തിന് ചൂടല്ലേ? അദ്ദേഹത്തിന് ഭയങ്കര ചൂടാ. അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത് വേറെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ കിടക്കാൻ പറ്റില്ല. പുള്ളി പറയുന്ന പുള്ളിക്ക് ഭയങ്കര തണുപ്പാണ്, എപ്പോഴും തണുപ്പാണ്. അവർക്ക് തണുപ്പായിരിക്കും, പക്ഷെ അവരുടെ എനർജി ഫീൽഡ് നമുക്ക് ചൂടായിരിക്കും. ഞാൻ പറയും വേറെ കിടന്നാ മതി, ചൂടാ, നിങ്ങളുടെ കൂടെ കിടക്കാൻ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കൈയും കാലും ഒക്കെ ഉറക്കത്തില് ഇങ്ങനെ അറിയാതെ കുടയുന്ന പരിപാടി ഉണ്ടായിരുന്നോ നിങ്ങക്ക്? എനിക്കാ? ഞാനും കുടയും, ചേട്ടായും കുടയും. ചേട്ടായിക്ക് കുടയുന്നത് അവരുടെ സിദ്ധിക ഉണ്ട്. അല്ലെ അവരുടെ ഓരോ നാടികളിലൂടെ ഈ ഊർജം തടസ്സം നീങ്ങിയിട്ട് മുകളിലേക്ക് കയറുമ്പോഴാണ് അവരുടെ കുടച്ചിലുണ്ടാവുന്നത്. കൈയും കാലും ഒക്കെ എടുത്തിട്ട് അടിക്കും. അതേപോലെ ഒരു ഞെട്ടല് നിങ്ങൾക്ക് ഞെട്ടുന്നത് അവരുടെ അടുത്തുനിന്ന് അധികമുള്ള ഊർജം, നല്ല ശക്തമായിട്ടുള്ള ഊർജമുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് സാധാരണ ആളുകൾക്ക് ഒരു സാധനം ചെയ്തില്ലെങ്കിലും ആ ഊർജം ഇങ്ങോട്ട് കയറും. അങ്ങനെ കയറുമ്പോൾ നമ്മളുടെ ബ്ലോക്ക് തീരും. ആ ബ്ലോക്ക് തീരുന്നതിൻ്റെയാണ്, ഓരോ ഭാഗത്തെ ബ്ലോക്ക് ഇങ്ങനെ നിവരുന്നതിൻ്റെയാണ് നിങ്ങൾക്ക് ഞെട്ടലുണ്ടായാൽ അതുണ്ടാവും. അങ്ങനെ അനുഭവം ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അദ്ദേഹം ശരിക്കും സിദ്ധി ഉള്ള ആളാണ്. സിദ്ധിയാണോ എന്നതാന്ന് എനിക്കറിയില്ല സാറേ. അതാ ഞാൻ അങ്ങയുടെ ഞാൻ ഈ യൂട്യൂബിന് എല്ലാവരോടും ഞാൻ എല്ലാ ചാനലും നോക്കി ഇതെന്താണ് ഇങ്ങനെ എന്റെ ഭർത്താവിന് എന്താണെന്നിങ്ങനെ. ഈ മുസ്ലിംസും എല്ലാം ഈ കർണാടകത്തിലായതുകൊണ്ട് കന്നഡക്കാരെ അറിഞ്ഞും കേട്ടും ഈ ചേട്ടായുടെ ഫ്രണ്ട്സ് വഴി അറിഞ്ഞവരെല്ലാരും അങ്ങനത്തെ ഒരു അനുഭവം പറയാൻ പറ്റുമോ? അദ്ദേഹം എന്തെങ്കിലും സിദ്ധി കാണിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞത്, വേറെ ആരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ അനുഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയെന്ന് പറയാൻ പറ്റുമോ? അത് പിന്നെ ഇവിടെ ഒരാൾ വന്നായിരുന്നു, ഒരു മുസ്ലിം സ്ത്രീ. അവരുടെ മക്കൾക്ക് സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു മകളെ കല്യാണം കഴിച്ചു വിട്ടതാണ്. അവർക്ക് സുഖമില്ല, പെണ്ണിന് എപ്പോഴും മുതുകുവേദനയാണ് എന്നും പറഞ്ഞുകൊണ്ട് വന്ന് നോക്കി കഴിഞ്ഞപ്പം അവരുടെ വീടിന്റെ തൊട്ടയലൊക്കത്തെ ഒരു കൊച്ചു വണ്ടി കയറി മരിച്ചായിരുന്നു. കുഞ്ഞിന് 3 വയസ്സുള്ളപ്പം. അന്നേരം ഈ കൊച്ച് ഇവരുടെ വീട്ടിൽ വരുമായിരുന്നു എന്നാ പറയുന്നത്. ഈ മൂത്ത മകള് ആ കൊച്ചിനുമായിട്ട് ഭയങ്കര കളിയാ. ആ കൊച്ച് ഇപ്പോഴും ആ പെണ്ണിന്റെ പുറകെ തന്നെയാ ഉള്ളതെന്ന്, അതിന്റെ മുതുകത്തായിരിക്കുന്നതെന്ന്. അതാണ് ആ വേദന അല്ലേ? അതിന് വേദന. അത് എന്റെ ചേട്ടായിയാണ് നോക്കി പറഞ്ഞത്. അവരിങ്ങനെ ചോദിച്ചപ്പോ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോഴേക്കും അത് അറിഞ്ഞു അല്ലേ? ഇങ്ങനെ അവര് പറഞ്ഞു മുതുകുവേദനയാണ്, എന്താണെന്ന് അറിയത്തില്ല, അവർക്ക് എപ്പോഴും ബാക്ക് പെയിൻ വേദനയാണ്, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ കൊച്ചാണോ? അവിടെ അടുത്ത് തന്നെ ഒരു കൊച്ചു മരിച്ചിട്ടുണ്ടല്ലോ, ആ കൊച്ചിന്റെ ആത്മാവാണ് ഈ പുള്ളിയുടെ ഈ പെണ്ണിന്റെ പുറകിലാണ്, അതിനെ കളിക്കുന്നതാണ്. പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നോ? അവള് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അമ്മ ആദ്യം വന്നു, അമ്മയോട് പറഞ്ഞു. അത് കഴിഞ്ഞ് മകള് വന്നു കഴിഞ്ഞപ്പോ മകളോടും പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ടാണ് നിനക്ക് ബാക്ക് പെയിൻ വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വീടിന്റെ അകത്തൂടെ എല്ലാം ഈ സ്റ്റെയർ കയറി മേളിൽ കൂടെ എല്ലാം ഓട്ടം എന്ന് പറഞ്ഞു രാത്രി 12 മണിക്കൊക്കെ. ഈ കുട്ടി ഓടുമ്പോ ഈ പെണ്ണിന്റെ അച്ഛൻ മരിച്ചു പോയതാന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛൻ പുറകെ ഓടിക്കുന്നതാണ് ഇതിന്. ഈ കൊച്ചിനെ ഓടിക്കുന്നതാണ്. ഇപ്പോ മകളുടെ അടുത്ത് ശല്യം ചെയ്യുന്ന കാരണം പോന്നും പറഞ്ഞു ഇതിനെ ഓടിക്കുന്നതാണ്. ഭയങ്കര ഒച്ചപ്പാടാന്ന് പറഞ്ഞു. ചേട്ടായി പറഞ്ഞു നിങ്ങൾ പേടിക്കുകയല്ലെങ്കിൽ ഞാൻ പറയാം. എന്നാലും പുള്ളിക്ക് അത് പറയുമ്പോ ഒരിതാ, ഇവർക്ക് പേടിയാവൂന്ന് ഓർത്ത്. പേടിക്കാലേ പറയാ, ഇങ്ങനെയാന്ന്. അന്നേരം അത് പറഞ്ഞു, നേരെ സ്വാമി, ഞങ്ങള് വേറെ ഈ മുസ്ലിങ്ങള് മൊയ്തിയന്മാരാ രണ്ടൊക്കെ കാക്കന്മാരുടെ, അവരുടെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവരും അങ്ങനെയാ പറഞ്ഞെന്ന് പറഞ്ഞു. അത്ഭുതമാണല്ലോ. പിന്നെ എന്താന്ന് വെച്ചാല് അത് കഴിഞ്ഞ് പിന്നെ ഈ മറ്റീ ഭൂത പിശാചുക്കളൊക്കെ ശരീരത്ത് കയറിയ ആത്മാക്കളൊക്കെ ശരീരത്ത് കയറിയ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്നാല് ഈ പുള്ളിയുടെ നേരെ ഇരുന്ന അവര് ഇങ്ങനെ അടി കൊണ്ട് പൊളയുന്ന പോലെ പൊളയും. ഞങ്ങൾക്ക് പേടിയാ അത് കാണുമ്പോ. ഇങ്ങനെ ഒരു സ്ത്രീ വന്നായിരുന്നു സാറേ, അവർക്ക് ഒത്തിരിയും വർഷമായിട്ട് കുഞ്ഞിലെങ്ങാണ്ട് 8-9 വയസ്സുള്ളപ്പോ അങ്ങാണ്ട് അവരുടെ ശരീരത്തിൽ ഒരു ബാധ കയറിയതാണ്. ഇവർ ഈ കർണാടകത്തിലുള്ള എല്ലാ മന്ത്രവാദികളുടെ അടുത്തൂടെയും
അമ്പലങ്ങളിലൂടെ എല്ലാം പോയെന്ന് പറഞ്ഞു. ഇതിനൊരു മാറ്റമില്ല പറഞ്ഞു. ഇവരങ്ങ് ഉണങ്ങി അങ്ങ് ഒരു തരം കറുത്ത് ചുരുണ്ട് ഉണങ്ങി. അവരുടെ ഓജസ്സും തേജസ്സും എല്ലാം പോയി അവരുടെ. 52 വയസ്സുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ചേട്ടായി ഒരു മഴ സമയത്ത് റബ്ബർ തോട്ടം നോക്കാൻ വേണ്ടി അവരുടെ വീടിന്റെ അതിലെ പോയപ്പം ഈ ഒരു മരത്തിന്റെ അടിയിൽ നിന്ന് ഈ പുള്ളി ചേട്ടായും ചേട്ടായിയുടെ ഒരു ഫ്രണ്ടും കൂടെ. അന്നേരം ഈ ചേച്ചിയും ആ ചേച്ചിയുടെ മകനും കൂടെ പറഞ്ഞു, അണ്ണാ ഇങ്ങോട്ട് വാ അണ്ണാ, ഇവിടെ ഇരിക്കാൻ പാന്ന് പറഞ്ഞ് വിളിച്ചേ. അന്നേരം ഈ ചേട്ടായി പോയി. ചെന്ന് കയറിയതേ പറഞ്ഞു, ചേട്ടായി ഇങ്ങനെ അവരെ നോക്കിയപ്പോ അവരുടെ പുറകെ ഒരു നിഴൽ ഇങ്ങനെ മറയുന്നതെന്ന് കണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചി വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോ അന്നേരം ചേട്ടായി ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചെന്ന്. അന്നേരം പറഞ്ഞു, ഇല്ല അണ്ണാ ആരും ഇല്ലാന്ന് പറഞ്ഞു. ഇല്ല നിങ്ങളുടെ കൂടെ ആരോ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല എന്റെ കൂടെ ആരും ഇല്ലാന്ന് പറഞ്ഞു പുള്ളിക്കാരി. അപ്പം ചേട്ടായി നോക്കുമ്പോ ഒരു കറുത്ത ഒരു രൂപം അവരിൽ നിന്ന് ഇങ്ങനെ വിട്ടുമാറി പെട്ടെന്ന് പുറകോട്ട് പോയെന്ന് പറഞ്ഞു. അന്നേരം ചേട്ടായി പറഞ്ഞു ഇങ്ങനെ ഒരു തേങ്ങ കൊണ്ടുപോവാം, ഞാനൊന്ന് നോക്കട്ടെ, എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനെ നോക്കി കഴിഞ്ഞപ്പോ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു സാധനം കയറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവര് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇവരെ ഇങ്ങനെ അവിടെ ഇരുത്തി, ഒരു കളം വരച്ചിരുത്തി പുള്ളി. കളം വരച്ചിരുത്തി കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം സാറേ ഇവര് ഈ എന്ത് പറയുന്ന ഇങ്ങനെ ഈ ഞെളിവിരി കൊള്ളുവാ ഇവര് അവിടെ ഇരുന്നിട്ട്. ഈ ചേട്ടായുടെ മുമ്പിൽ ഇരുന്ന് കഴിയുമ്പോ ഞെളിവിരി കൊണ്ടിട്ട് അവര് ഒച്ച എടുക്കുക, കൈയെല്ലാം ചുരുട്ടി മടക്കി ഇവരിങ്ങനെ എന്തോ ഒരു ഞെളിവിരി കൊണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയായി കണ്ടിട്ട്. എന്നിട്ട് പിന്നെ അവര് വീട്ടിൽ വന്നു അവരോട് ഭർത്താവിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉള്ളിലുള്ള ആ ഒരു സാധനം ഇളകി. അത് ഇളകിയിട്ട് പിന്നെ ചേട്ടായി ഒരു നാരങ്ങ ജപിച്ചു കൊടുത്തെന്ന് പറഞ്ഞു തിന്നോളം പറഞ്ഞത്. ഇതിങ്ങനെ ഒരു തരം ഒച്ച എടുക്കുക, ഇങ്ങനെ തിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേനെ അവര് പുറകോട്ട് മലച്ചു വീണു. ഞങ്ങള് പേടിച്ചു പോയി. എന്നിട്ട് പിന്നെ വേഗം അതിന്റെ കെട്ടിയനും മകനും കൂടെ പിടിച്ചെണീപ്പിച്ചു കളത്തിലിരിച്ചു. പിന്നെ 2-3 നാരങ്ങ അതിന് എന്തെല്ലാം ചെയ്തു ചേട്ടായി, അതിന് നാരങ്ങ കൊടുക്കുകയൊക്കെ ചെയ്തു, നാരങ്ങ വെള്ളമൊക്കെ. പിന്നെ പുള്ളി ഫ്രീ ആയി. അത് ആരാന്നൊന്നും പറഞ്ഞില്ല അല്ലേ? പറഞ്ഞു ഒരു പെണ്ണുങ്ങളാന്ന് പറഞ്ഞു. പെണ്ണെന്നെയാണ് കയറിക്കണല്ലേ? അത് പെണ്ണെന്നെയാണ് കയറിയിരിക്കണേ. ഏതോ ഒരു രാക്ഷസ ഇതിന്റെ രൂപമായെന്നത്. ഏതോ ഒരു ചള്ള പണ്ടെങ്ങാണ്ട് മരിച്ചുപോയ ആത്മാവാ. ഇവരെ എല്ലായിടത്തും പോയി ഇവര് മടുത്തെന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പൂജ എല്ലാം ചെയ്ത് അവർക്ക് ചരടൊക്കെ ജപിച്ചു കൊടുത്തു, മഞ്ഞക്കുറി എല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവരെ പറഞ്ഞു വിട്ടു. ഒരു മാസം കഴിഞ്ഞിട്ട് അവരെ കണ്ടു. ഇല്ല കുഴപ്പമില്ല, ആ പുള്ളിക്കാരി നന്നായി നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. അതിന്റെ വീട്ടിൽ നിന്ന് അതിന്റെ ശരീരത്തിന് അത് വിട്ടുപോയി. അത് വന്ന് പറഞ്ഞു അവരെല്ലാം പോയി ശരിയായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി അനുഭവമുണ്ട്. എന്തെങ്കിലും ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അന്നേരം പറയും. അവരുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണല്ലേ? അവർക്ക് ഉള്ളിൽ ഈ നമ്മൾ ഈ സിനിമയൊക്കെ കാണില്ലേ, അതുപോലെ ലൈവാന്നാ പറയുന്നത്. ഇവിടെ ഇപ്പൊ ഫോണിൽ കൂടെ തന്നെ ഒരാളുടെ ഒരു കാര്യം ചോദിച്ചാൽ പുള്ളി പറയും. ഇപ്പൊ സാറിനോട് സംസാരിക്കുവാണെങ്കിൽ ദോഷമുണ്ട് ഇന്ന ഗുണമുണ്ട് എല്ലാം പറയും, എല്ലാ കാര്യങ്ങളും പറയും. ഒരു കാര്യം ഇപ്പൊ ചോദിച്ചാൽ മതി, എനിക്ക് ഇങ്ങനെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലേ അങ്ങനെയാന്ന് പറഞ്ഞാല് അത് പറയും. അങ്ങനെയാണ് പുള്ളി. ഇപ്പൊ ഞാനന്നേരം കുറെ നാള് ഞാൻ കളിയാക്കുമായിരുന്നു, ചുമ്മാ തട്ടിപ്പ കുമ്പിടിയാന്നൊക്കെ പറയുമായിരുന്നേ. എനിക്ക് അത് കാരണം ആരോടേലും എല്ലാ വീട്ടിലും ഉണ്ടത്. പുറത്ത് പറയുമ്പോ ഞങ്ങൾക്ക് ഒരു നാണക്കേടാ. ഇതിങ്ങനെ ആരും വിശ്വസിക്കത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. കാര്യമില്ല, അതൊക്കെ കോടിക്കണക്കിന് മനുഷ്യന്മാരുള്ളതില് വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രം കിട്ടുന്ന സിദ്ധിയാണ്. അത് മഹാഭാഗ്യം. വലിയ സിദ്ധനാണ് അദ്ദേഹം, നിങ്ങൾക്കത് അറിയാനായിട്ടാണ്. അതെ. അതുപോലെ തന്നെ പുള്ളിയുടെ ബന്ധുക്കാരുടെ ആരും ഞങ്ങൾ നാട്ടിലൊക്കെ പോയാൽ ഞാൻ പറയും, നിങ്ങൾ അവിടെ പോയി അവരോട് അതും ഇതൊന്നും പറയരുത് കേട്ടോ, മിണ്ടാതെ ഇരുന്നോണം, ഈ കാര്യങ്ങളൊന്നും പറയരുതേ, മിണ്ടാതെ ഇരിക്കണം കേട്ടോ എന്ന് പറയും ഞാൻ. കാരണം അവരങ്ങനെ പറയുമ്പോഴേ നമുക്ക് വിലക്കും അല്ലേ? ഞാൻ പറയും പറയരുതേ, നാണക്കേട് നമ്മൾക്ക് പറയല്ലേന്ന് ഞാൻ പറയും. പാവം മിണ്ടാതിരിക്കും. എന്നിട്ട് എന്തേലും ഉണ്ടെങ്കിൽ നാണക്കേടല്ല അത് കേട്ടോ, അങ്ങനെ എടുക്കണ്ട. അപൂർവ ഭാഗ്യം കണക്കാക്കിയാ മതി. അപൂർവ സിദ്ധിയാണ്. അതെ. ഇപ്പൊ സാറിനോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. അങ്ങനെ ആർക്കും ഇല്ലാത്തോണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലല്ലോ, ആരോടും ചോദിക്കാനും അറിയത്തില്ല. ആരോടും ചോദിക്കണ്ട, അദ്ദേഹം പറയണതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. അതെ. അധികം പരിചയമുള്ളതുകൊണ്ടേ നമുക്ക്
വിശ്വാസം കുറവായിരിക്കും, അതാണ്. ആ അതെ 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 ഉം. അതെ. പക്ഷെങ്കിൽ നാട്ടുകാരെല്ലാം വിശ്വസിച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഉം. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ പിള്ളേരെ ആരാണേലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ആൾക്കാർ വന്ന് ചോദിച്ചേച്ച് പോകും. ഉം. ശരിയാവുമോ, ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുമോ, ഉം. ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പം കുഴൽക്കിണറൊക്കെ കുത്താനുണ്ടെങ്കിൽ ഉം. വന്ന് ചോദിച്ചേച്ച് പോകും. ഉം. അങ്ങനെ ഒരിതാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ അടുത്ത് ക്ലോസ് ആയുള്ള ആൾക്കാരെല്ലാം വന്ന് ചോദിക്കും, ഫോൺ വിളിച്ച് ചോദിക്കും. അദ്ദേഹത്തിന്റെ കൊണ്ട് ഈ ലോകത്തിന് കുറെ നന്മകൾ ചെയ്യാനുണ്ട്. ആ ഇത് പ്രകൃതി ഇങ്ങനെ പല രഹസ്യങ്ങളും എല്ലാവർക്കും കൊടുക്കില്ല, ചില ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോ അവര് ലോക നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. അതെ അതെ ഉം. അങ്ങനെ ഈ ചേട്ടാ പറയുന്ന ഈ നെറ്റിയുടെ അവിടുത്തെ കണ്ണടച്ച് കഴിയുമ്പോൾ നെറ്റിയുടെ അവിടെ ഇങ്ങനെ ഓപ്പൺ ആവുന്നു. നമ്മുടെ ഈ നമ്മൾ ഈ കുങ്കുമൊക്കെ തൊടുന്ന ഒരു മൂന്നാം കണ്ണെന്ന് പറയും. അതിങ്ങനെ അതിലൂടെയാണ് ഈ പുള്ളി സ്കാൻ ചെയ്യുന്നത്. അതാണ്, അവിടുന്നാണ് എനർജി പോവുക. അല്ലെങ്കിൽ അതിലൂടെയാണ് സിനിമ കാണുക, അവിടെയാണ് സ്ക്രീന് കാണുന്നേ. അവിടെയാണ് സ്ക്രീൻ. അതെ അതെ അങ്ങനെ കണ്ടു പറയൂ. ഫോണിൽ കൂടെ ആണേലും ഒരാൾ ഒരു കാര്യം പറയാം, അന്നേരം അത് ലൈവാന്നാ പറയുന്നത്. ലൈവായിട്ട് ഞങ്ങൾ ശബ്ദം കേൾക്കുമ്പോ തന്നെ മനസ്സിലൊരു ചിത്രം വരും. അത് ഇവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയെന്നാണ് സാറേ എന്റെ ഒരു സംശയം. കാരണം പുള്ളി ഒരു യോഗ ചെയ്യല, പുള്ളി ഒരു ഒന്നും അങ്ങനത്തെ ചില ജന്മങ്ങള് നമ്മൾ ഈ ഒരു ജന്മം മാത്രമല്ല, ഇതിനു മുമ്പ് പല ജന്മങ്ങളുണ്ട്. ഈ പല ജന്മങ്ങളിലും നമ്മൾ ഓരോ ജന്മത്തിലും നമ്മൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള ഗുണം നേടിയിട്ടാണ് വരിക കർമ്മങ്ങൾക്കനുസരിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെ എന്തെങ്കിലും സാധനയൊക്കെ ചെയ്ത് ഏകദേശ സിദ്ധികളൊക്കെ ഉള്ള ആളായിരിക്കും, പൂർത്തിയായിട്ടുണ്ടാവില്ല. അവർ അടുത്ത ജന്മം എടുക്കുമ്പോൾ അതിൽ ആ സിദ്ധികൾ മുഴുവൻ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ആ സമയം വരുമ്പോൾ വീണ്ടും വിളങ്ങും. അപ്പോൾ ഇവർക്കൊരു പാരമ്പര്യം ഉണ്ടാവും. നമ്മളൊന്ന് അന്വേഷിച്ചാൽ ഇവർ അച്ഛൻ, മുത്തശ്ശൻ, അല്ലെങ്കിൽ അമ്മ, മുത്തശ്ശി, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇതേപോലെ സിദ്ധിയുള്ള ആളുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അത് അന്വേഷിച്ചാൽ. അതെ, ഇവരുടെ അച്ഛൻ ഭയങ്കര സിദ്ധിയുള്ള ആളാന്നാ പറഞ്ഞേ. പുള്ളിക്ക് അച്ഛൻ പഴയ മനുഷ്യരല്ലേ. ഒരു അച്ഛൻ മരിച്ചുപോയി ഒത്തിരി. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു 6 മാസത്തിനും അച്ഛൻ മരിച്ചുപോയി. പുള്ളിയുടെ കയ്യിൽ ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. ഗ്രന്ഥം ഉണ്ടല്ലോ സാറേ, മാന്ത്രികോ? താളിയോല ഗ്രന്ഥം. അല്ല, എന്താണ്, വൈദ്യനാണോ? വൈദ്യനല്ല. ഈ താളിയോല ഗ്രന്ഥം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. താളിയോല ഗ്രന്ഥം പലതരം ഗ്രന്ഥങ്ങളുണ്ട്. വൈദ്യത്തിന്റെ മാന്ത്രികം. വൈദ്യനല്ല, മാന്ത്രിക ഗ്രന്ഥമാണ് അത്. അതുണ്ടായിരുന്നു പുള്ളിയുടെ കയ്യില്. പിന്നെ അവർക്ക് ഒത്തിരി അച്ഛനുണ്ടായിരുന്നു. അച്ഛന്റെ അവർക്കിങ്ങനെ പാരമ്പര്യമായിട്ട് ഇത് വന്നതാ. അച്ഛന്റെ അച്ഛനാണ് അച്ഛന് കൊടുത്ത ഗ്രന്ഥം. അപ്പോ അതാ പറയാ, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അതെ അതെ. പിന്നെ ഈ അച്ഛന്റെ അച്ഛൻ ഈ മന്ത്രം ഒന്നും പഠിച്ചല്ല. പക്ഷെ ഈ പുള്ളി പറന്നു പോകുന്ന കാക്കേനൊക്കെ ഈ നിലത്ത് ഇവിടെ ഇരുന്നിട്ട് ഒരു കോലോ ഈർക്കിലോ ഒടിച്ചിട്ടാല് ചിറക് ഒടിഞ്ഞിട്ട് താഴെ വീഴുന്നു. അത് അങ്ങനെ. അതൊക്കെ ഒരു യോഗസിദ്ധിയുടെ സിദ്ധിയാണ്. ഇതെല്ലാം ഒരു സിദ്ധിയാണ്. അത് നല്ല, അവർക്കൊക്കെ അത് എങ്ങനെയോ ഈ പറഞ്ഞ പോലെ അവരുടെ മുൻജന്മത്തിൽ എങ്ങനെ സിദ്ധി നേടിയ ഒരാളായിരിക്കും അങ്ങനെ വരുന്നതാണ്. അപ്പൊ എന്തോ നല്ലൊരു ദിവ്യമായ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ആ കുടുംബത്തില്. അതെന്താ പാരമ്പര്യം എന്നുള്ള അന്വേഷിച്ചാലേ അറിയുള്ളൂ. ചേട്ടായി പറയുക, ചേട്ടായുടെ അച്ഛനുള്ളപ്പോ ഒരു പനിയോ ഒരു അസുഖോ രോഗമൊന്നും ഇല്ലായിരുന്നു. എന്തെങ്കിലും പിന്നെയോ അവിടുന്ന് ഇവിടുന്നെല്ലാം ആൾക്കാരിങ്ങനെ വന്നിട്ട് പറയുമെന്ന്, അച്ഛന്റെ അടുത്ത് പറയുന്ന ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടതയാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നു. ഇങ്ങനെ ആ ഓരോരുത്തർ ഈ കൂടോത്രം ചെയ്യുന്നവരും ഈ ഓരോന്നൊക്കെ ഒപ്പിക്കുമല്ലോ, കൂടോത്രങ്ങളും ഒക്കെ ചെയ്യുന്നവര്. അന്നേരം ഈ അച്ഛൻ പറയുന്ന അതെല്ലാം പോയി, നിങ്ങൾ പോകുമ്പോഴത്തേനും പോയെന്ന് പറയുന്നു. അവരവിടെ ചെല്ലും. പിന്നെ ഈ രോഗമൊക്കെ വന്ന് ഇങ്ങനെ പെട്ടെന്ന് രോഗം വന്ന മരുന്ന് കഴിച്ചിട്ടും സുഖപ്പെടാതെ ഇങ്ങനെ കിടക്കുവല്ലേ ആൾക്കാര്, എന്തെങ്കിലുമൊക്കെ മാരണമൊക്കെ ചെയ്ത് വെച്ചിട്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ അച്ഛന്റെ അടുത്ത് വന്നിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയുമെന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ആയി, എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് പോയി. നീ പോകുമ്പോഴത്തേനും അവരവിടെ എണീറ്റിരിക്കുന്നു. ഇവരവിടെ ചെല്ലുമ്പോഴത്തേനും ആ കിടന്ന രോഗി എണീറ്റ് തൂത്തുവാരുകയും
കഞ്ഞിയും കറിയും വെക്കും ചെയ്യൂന്ന് സാറേ അത് ചേട്ടായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര മതി അവർക്ക്. അവരൊരു സങ്കല്പം മാത്രം മതി. എന്തും സാധിക്കും അവർക്ക്. അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ അതെ ചെയ്യാൻ അതെ അതെ പറ്റും. ഭയങ്കര ഇതായിരുന്നു പറയുന്നത് കേട്ടോ. അവരുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാന്നാ പറയുന്നത്. ഭയങ്കര ശക്തിയുള്ള അന്ന് ഒരു സാധുവാണേ. പക്ഷെങ്കിൽ എന്തൊരു ദുഃഖമോ ദുരിതമോ രോഗമോ എന്തുണ്ടെങ്കിലും പുള്ളിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രതിവിധിയാന്നാ പറയുന്നത്. ഈ സിദ്ധിയൊക്കെ ഹസ്ബൻഡിനും കിട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല ഹസ്ബൻഡിന്. പക്ഷെ ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ട്, ശകലം ഒരു തുള്ളി ഉണ്ടെന്നാ തോന്നുന്നേ. അങ്ങനെ പിന്നെ പരിഹസിക്കാനൊന്നും പോണ്ട കേട്ടോ. ഇല്ല എനിക്ക് ഇത്ര നാളും അറിയത്ത് പറയും ഇങ്ങനെ ഭയങ്കര ഭയങ്കര ശക്തിയാ, ഭയങ്കര ഭക്തനാ, പറഞ്ഞ കാര്യമെല്ലാം നടക്കുമോ ഇങ്ങനെയൊക്കെ പറയും. നല്ല ഈ രോഗങ്ങളൊക്കെ ഈ തലവേദനയൊക്കെ വരുന്നവർക്കൊക്കെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത പുള്ളിക്ക് അത് നല്ല ഒരു ഇതാ. തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ നല്ല തണുത്ത ഒരു മഞ്ഞ് ഒരു തണുത്ത ഐസ്ക്രീം കൊണ്ട് തല വെക്കുന്ന ചെറിയൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതെന്താന്ന് അറിയത്തില്ല. എനിക്ക് സുഖമില്ലാതൊക്കെ വരുവാണെങ്കിൽ തല തൊട്ടാൽ നല്ല ഒരു ഐസ് കഷ്ണം എടുത്ത് തല എനർജിയാണ് അവരുടെ എനർജി. അങ്ങനെ അത് പാസ് ചെയ്താല് എനർജി ഇങ്ങോട്ട് പാസ് ചെയ്താല് നമ്മളുടെ എവിടെയാണോ അസുഖം അവിടേക്ക് അത് തന്നെ ഇങ്ങോട്ട് പോരും. അവിടെ വന്നിട്ട് ആ അസുഖത്തിനെ മാറ്റും അത്. അതെല്ലേ? അത്രയും പവർഫുൾ ആയിട്ടാണ് എനർജിയില്, അത്രയും പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് അവരുടെ. ഒന്ന് കൈനീട്ടും കൂടി വേണ്ട, അവര് സങ്കല്പിച്ചാൽ തന്നെ ആ എനർജി അവരുടെ അടുത്ത് വരും. അതെ അതെ. പിന്നെ ഭയങ്കര ഭക്തനാ. ദേവിന്ന് പറഞ്ഞ ഇവിടെ അടുത്ത് ആ ഒരു ദേവി ഉണ്ട്. ആ ദേവി ഇങ്ങ് കൂടെ ഇങ്ങ് പോകുന്നു. എവിടെ പോയി നോക്കിയാലും പറയാം ദേവി അങ്ങ് കൂടെ ഉണ്ട്. ശരീരത്തിൽ അലിഞ്ഞിരിക്കുവാന്നാ പറയുന്നത്. ദേവി തോളിൽ ഇരിക്കുവാന്നാ പറയുന്നത്. ഇവിടെ ഈ കർണാടകത്തില് ഞങ്ങൾ ഈ കുറെ അടുത്ത അമ്പലങ്ങളിലൊക്കെ ഇവർ നമ്മുടെ നാട്ടില് ജ്യോതിഷന്മാരുടെ അടുത്തല്ലേ പോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ അമ്പലങ്ങളിൽ തന്നെ ഇവരുടെ കൽപ്പന കൊടുക്കുന്ന ആൾക്കാര് ഉണ്ട്. അവിടെ ഞങ്ങൾ പോയി. ഇപ്പൊ ഈ ചേട്ടായുടെ തലേ തൊട്ടതേ പറഞ്ഞു, ഇവിടെ ഒരു ചാമുണ്ടി വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ചേട്ടായി പറഞ്ഞു, ഇല്ല ഞാനിങ്ങനെ ഒരു അമ്പലം പണിതായിരുന്നു, ആ അമ്പലം പണിത ചാമുണ്ടി ക്ഷേത്രമാണ് ഞാൻ പണിത്. ആ ദേവി നിങ്ങളുടെ കൂടെ സദാ ഉണ്ടെന്ന് പറഞ്ഞു. സദാ ഉണ്ട്. ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും പല്ല് തേച്ചാലും ദേവി ചൈതന്യാണ്. ദേവി ചൈതന്യം അദ്ദേഹത്തില് അത്രയും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അർത്ഥം. അതെ അതെ. വീട്ടില് ഭയങ്കര ശല്യമായിരുന്നു ഞങ്ങൾക്ക്. അതിനു മുമ്പ് ഞങ്ങൾക്ക് വീട് വിട്ട് പോകാൻ വരെ തോന്നുന്നു. പറഞ്ഞു എപ്പോഴും ഈ പല്ല് ചലിക്കുന്ന പോലെ ഒരു സൗണ്ടാ ഇങ്ങനെ ചുന്നും പറഞ്ഞോണ്ട്. ശബ്ദാണ് അതെങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അതെ. നമ്മൾ ഓടിപ്പോയി നോക്കുവേ ഭിത്തിയിൽ ഇതെന്താ സാധനം ഇരിക്കുന്നതിനും പല്ലിയാണോ എന്നും പറഞ്ഞ് ഞങ്ങൾ ഈ എല്ലാരും എല്ലാരും, ഞാനും കേൾക്കും, ഞാൻ 2 പിള്ളേര് കേൾക്കും, ചേട്ടായി കേൾക്കും. ഞങ്ങൾ അന്നേരം തുടങ്ങി എന്ന് പറയും. ഒന്നും കാണില്ല, ഒരു സാധനം, ഒരു ഉറുമ്പ് പോലും ഇല്ല അവിടെ. പിള്ളേര് പറയാ തുടങ്ങി എന്ന് പറയും. വെള്ളിയാഴ്ച ദിവസം രാവിലെ ഞങ്ങൾ പിന്നെ രാവിലെ 6 മണിക്ക് തുടങ്ങും. ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ മരമുണ്ട്. ഒന്നീ കിഴക്ക് വശത്തുനിന്ന് തുടങ്ങും, അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തുനിന്ന്. ഇങ്ങനെ ഈ പല്ല് ചിലക്കാൻ ഒച്ചയാ ഭയങ്കര സൗണ്ടില്. എന്നിട്ട് ഞങ്ങൾ പിള്ളേര് പറയാം തുടങ്ങി രാവിലെ വന്നിട്ടുണ്ടെന്ന് പറയും. ഇത് എന്നതാണെന്നൊന്നും അറിയത്തില്ല, കളിയാക്കല്ല ഞങ്ങൾ പിള്ളേര്, ഞങ്ങളെല്ലാരും. അപ്പൊ ഇത് എന്താന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ഇങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോ അമ്പലത്തിലെ ആ ഭഗവതിയുടെ അവിടെ ഒരു കാളിക്ഷേത്രത്തിന് ഉള്ളിൽ ഞങ്ങൾ അവിടെ തിണ്ണയ്ക്ക് വന്ന് ഇരിക്കുകയും ഈ അകത്തൂന്ന് ഇങ്ങനത്തെ ഈ പല്ലിയുടെ സൗണ്ട്. അപ്പൊ ഞാൻ അതെ അതെ അങ്ങനെ ഒരു സൗണ്ടാ നമുക്ക് കിലികിലിന്ന് ഇങ്ങനെ. ഞാനും ചേട്ടാൻ പറഞ്ഞു നമ്മളെ എവിടെ പോയാലും വിടുകയല്ല, ഇത് പുറകെ ഉണ്ടെന്ന്. അമ്പലത്തിൽ വന്നാലും ഇത് നമ്മളെ പിന്തുടർന്ന് വരുവാ. ഞങ്ങൾ തോട്ടത്തിൽ പോയാലും അവിടെ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ, വേറെ വീടിന്റെ എങ്ങോട്ടെങ്ങാനും പോയാൽ അങ്ങോട്ട്, എവിടെ ഞങ്ങൾ പോയി ഇരിക്കുന്നു അവിടെ എന്നിരിക്കുന്ന മുമ്പ് ഈ സൗണ്ടാണ്. ഒപ്പം ആ ചൈതന്യം ഒപ്പം നടക്കണേ.
അന്നേരം അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു സാറേ. ഈ അമ്പലത്തിലെ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാമുണ്ടേശ്വരിയുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ദേഹത്ത് വരും ഈ ശക്തി വരും, ഈ ദേവി ചൈതന്യം വരും, അവരുടെ ഒരാൾക്കാരുടെ മകനിൽ വരും. അപ്പൊ അത് വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ, അവരുടെ ബന്ധുക്കാരെ അല്ല വിളിക്കുന്നത്, ഈ ചേട്ടായിനെ ആദ്യം വിളിക്കുന്നവര്. എന്നിട്ട് ചേട്ടായിനെ ആദ്യം വിളിച്ചിട്ട് തലയിൽ ഇങ്ങനെ തൊട്ടിട്ട് പറയും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും. ഈ ചാമുണ്ടേശ്വരി എന്ന് പറഞ്ഞ ദേവിയുടെ ചൈതന്യം കയറിയ അയാള്. ഈ ദേവിയാ, ഇവിടൊക്കെ ദേവി എന്നാ പറയുന്നതേ. അതെ. എന്നിട്ട് പറയും, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്, ഞാൻ സദാ നിന്റെ കൂടെ ഉണ്ട്, സദാ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്, നിനക്കൊന്നും വരാതെ ഞാൻ നോക്കും എന്ന് പറയും. എന്നിട്ട് എന്നോടും പറയും, എന്റെ തലയിൽ തൊട്ടിട്ടും പറയും, നീ പേടിക്കണ്ട, സദാ നിന്റെ കൂടെ ഉണ്ട്, നിങ്ങളെ തന്നെ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരിയായിരുന്നു, ഇതൊന്നും ആരും വിശ്വസിക്കുകയല്ലോ. അത് അവിടുന്ന് ചൈതന്യം നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അല്ല, ഇത് ഇങ്ങനെ ഇവര് പറയുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളിങ്ങോട്ട് മാറി നിന്നിട്ട് ഞാനും പിള്ളേരും ഈ ചേട്ടായി ഒക്കെ പറയൂ, ഇത് നേരെ തന്നെയാണ്. അപ്പം പുള്ളിക്കും അറിയത്തില്ല ഇങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ളത് അറിയത്തില്ല, എന്നാലും ഭക്തിയുണ്ട്. ഇത് നേരെ തന്നെയാണോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഈ അങ്ങ് ദൂരെയുള്ള ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇത് ശരിക്കും നമ്മുടെ കൂടെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ വീട് നിറച്ച് ചെലങ്ക സൗണ്ടും, എവിടെ പോയിരുന്നാലും അവിടെ എല്ലാം ഈ സൗണ്ടാ. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ എനിക്കിത് ആരോടേലും ഒന്ന് ചോദിക്കണം, ഇത് നേരാണോ, ഇതിനും അതൊക്കെ നേരെ തന്നെയാണ്. അതിലെന്താ ഒരു അസത്യമില്ല. അത് ഭാഗ്യാണ്, ഭാഗ്യമായിട്ട് കണക്കാക്കുക. അദ്ദേഹം വളരെ ദിവ്യനായിട്ടുള്ള ഒരാളാണ്. അത് അവരുടെ ഒരു സഹായവും ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടണം. അതെ, മറ്റു ദോഷങ്ങൾ ഈ മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടിയൊക്കെ ഓരോരുത്തർ ചെയ്തു വെക്കില്ല. അതൊക്കെ പുള്ളി ഒരു നാരങ്ങ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുത്താലോ ചരട് ജപിച്ചു കൊടുത്താലോ അതൊക്കെ ഭയങ്കര എത്ര സ്പീഡിൽ അത് മാറുന്നതെന്നറിയാവോ സാറേ? എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്പീഡപ്പാണ് അവരുടെ കാര്യങ്ങള്. നമ്മളത് യൂട്യൂബിൽ ഇട്ടോട്ടെ ഈ കാര്യങ്ങളൊക്കെ. യൂട്യൂബിലാ? ഇപ്പൊ കുഴപ്പമില്ല, 4 പേര് അറിഞ്ഞ് നല്ലതാകുവാണെങ്കിൽ നല്ലതല്ലേ, 4 പേർക്ക് നല്ലതായ. അല്ല, അവർക്ക് ഇങ്ങനെ സഹായം ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോ അവര് ചിലപ്പോ വിളിക്കും, നമ്പർ ചോദിക്കും. അപ്പൊ ചിലപ്പോ ഞാൻ നമ്പർ കൊടുക്കും. കൊടുത്തോ 100% ഉറപ്പാ സാറേ. സാറിന് തന്നെ കുറച്ച് ദൂരെ ആയി പോയി എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള സിദ്ധികളുള്ള ആളുടെ കടമ അതാണ്. അതിന് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം. അതെ. പുള്ളി എങ്ങനെയാന്ന് ചോദിച്ചാ എനിക്ക് പേടിയാ. എന്നാന്ന് വെച്ചാ ഈ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ആരും ദൈവത്തിലെ, എല്ലാരും അല്ല, ദൈവവിശ്വാസികൾ കുറവല്ലേ, അന്ധവിശ്വാസമാ, അനാചാരമാന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് ഞാൻ ആരോടും നാട്ടിലൊന്നും പോയി പറയല്ലേന്ന് പറയും. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാരും ഭക്തന്മാർ. ഇവിടെ ഈ കർണാടകത്തിലുള്ള ഭക്തന്മാരുടെ വിശ്വാസമുള്ളവരും സഹായം വേണ്ടവരും വന്നോട്ടെ. കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അദ്ദേഹത്തിന് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അത് വെളിപ്പെടുത്തുക, ലോകത്തിന് വെളിപ്പെടുത്തുക എന്നായിരിക്കും ചിലപ്പോ എന്റെ കടമ. അതായിരിക്കും ചിലപ്പോ എന്നെ വിളിക്കാൻ തോന്നിയത്. ഞാൻ എന്നിട്ട് ഈ യൂട്യൂബിലുള്ള എല്ലായിടത്തും സെർച്ച് ചെയ്ത് ഈ ചിലരുടെയൊക്കെ ഈ ഓരോ കഷ്ടത പറയുമ്പം ഞാൻ പറയും, ഇങ്ങനെ ഒരാളുണ്ട്, നിങ്ങൾ നമ്പർ ഞാൻ തരാം, വിളിക്ക്, നിങ്ങളുടെ കഷ്ടതയ്ക്ക് ഒരു പരിഹാരമാകും. ഒന്നുമല്ല, ഈ കുറച്ച് നാൾ മുമ്പ് ഒരാള് ഈ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ സാറേ, അവരുടെ അച്ഛൻ ഇങ്ങനെ മരിച്ചു പോയതാന്ന് പറഞ്ഞു, അവരുടെ ബാപ്പ. അപ്പൊ ഇവര് രണ്ടും ഞങ്ങളുടെ വീടിനകത്ത് കയറിയ സമയത്ത് ഈ മരിച്ച ആത്മാവ് വന്ന് ഞങ്ങളുടെ ഈ വാതിക്കൽ നിൽക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഈ അകത്ത് കിടക്കാൻ പേടി. ഈ വാതിക്കൽ ഇങ്ങനെ നിന്നിപ്പം ചേട്ടായി ഇങ്ങനെ തേങ്ങ ഇങ്ങനെ പിടിച്ചിട്ടാണ്, ഈ വെള്ളം നിറഞ്ഞ വെള്ളമുള്ള തേങ്ങ ഇങ്ങനെ പിടിക്കും. പിടിച്ചു കഴിയുമ്പോൾ ദേവി വന്നു കഴിയുമ്പോൾ ഈ തേങ്ങ ഇങ്ങനെ ആടും, ഇങ്ങനെ മേളോട്ടാകും. പിന്നെ അത് ഏത് ദിശ എല്ലാം കാണിച്ചു തരും. അപ്പൊ ഈ തേങ്ങ ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ആദ്യം ഇയാളാ വരുന്നതെന്ന് പറഞ്ഞു ഈ മനസ്സിലോട്ട്. മനസ്സിലായി എങ്ങനെയാന്ന്? മനസ്സിലായി. ഈ തേങ്ങയിൽ നോക്കി ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോ ഈ ആത്മാവാ മുമ്പിൽ വരുന്നതെന്ന്. ദേവിനെ വരാൻ സമ്മതിക്കാതെ ഈ ആത്മാവ് ഇങ്ങനെ തടഞ്ഞ് ഇത് നേരെ ഈ വാതിക്ക് നിന്നിട്ട് ഈ
സംസാരിക്കാൻ വിടുന്നില്ല. മനസ്സിലോട്ട് ഇവരുടെ കാര്യങ്ങൾ കടന്നു വരാതെ ഈ സാധനം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ കൂടത്തിലൊരു ചെറുക്കനുണ്ടായിരുന്നു അവരുടെ. എന്നിട്ട് 2 അരിമണി ഇങ്ങനെ മന്ത്രിച്ചു, പിന്നെ പ്രാർത്ഥിക്കുന്ന പോലെ ആക്കിയിട്ട് ഇത് അങ്ങോട്ട് വലിച്ചെറിയാൻ പറഞ്ഞു. വലിച്ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞ പിന്നെയാണ് അത് അന്നേരം തെറിച്ചു പോയെന്ന് പറഞ്ഞു. ആ സാധനം അങ്ങ് ഓടിപ്പോയെന്ന് പറഞ്ഞു. അല്ല ഇവരുടെ കൂടെ ഇങ്ങോട്ട് കയറി വരുവാന്ന് പറഞ്ഞു. ചേട്ടായിക്ക് കാണുവാന്ന് പറഞ്ഞു ലൈവായിട്ട്. ഈ സാധനം ഇങ്ങോട്ട് കയറി വരും, നമ്മുടെ വാതിലിന്റെ ഇപ്പുറത്തോട്ട് വരികയല്ല, വാതിൽക്ക വന്ന് നിൽക്കുവാന്ന്. അതാണ് അവർക്കത് പേടിയുണ്ടാവില്ല. അതാണ് നിങ്ങളോട് പലതും കാണിക്കാത്തത്. എന്നിട്ട് എന്നോട് ഞങ്ങൾക്ക് പേടിയാ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങ് പൊക്കോ, ആരെങ്കിലും വരുമ്പോ ഇങ്ങോട്ട് വരണ്ട, വാതിക്കൽ നിൽക്കണ്ട, വാതിക്കൽ ഇരിക്കരുത്, ആൾക്കാർ വരുമ്പോ നെഗറ്റീവ് വരും, അന്നേരം നമ്മളിൽ ഇങ്ങനെ സ്പർശിക്കും എന്നൊക്കെ പറയും പുള്ളിക്കാരൻ. അങ്ങനെ അത് എന്നോട് പറഞ്ഞു, അയാൾ വന്ന് ഇങ്ങനെ നിൽക്കുക, അയാൾ നോക്കാൻ സമ്മതിക്കുന്നില്ല, അയാൾ തടസ്സപ്പെടുത്തുകയെന്ന് പറഞ്ഞു. അങ്ങനെ ആ അരിമണി വലിച്ചെറിഞ്ഞു കഴിഞ്ഞ പിന്നെ ആ സാധനം പോയെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ടേ ഇല്ല. അവർക്കും അതുകൊണ്ട് നന്നായിട്ടുണ്ടാവും പിന്നീട് അല്ലേ? അതെ അതെ, അവർക്ക് നല്ലതായിന്നാ പറഞ്ഞത്. അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്. നല്ല അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഇതെന്താന്നറിയാതെ നമ്മളങ്ങനെ പറയുന്ന ഒരു അതൊക്കെ നല്ല കാര്യമാണ്. അപൂർവമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് ആളുകൾ ഉള്ളപ്പോ 1 2 പേർക്കാണ് ഈ അപൂർവ സൗഭാഗ്യത്തോടെ ജനിക്കുന്ന ആളുകൾ. അതെ അതെ, ഭയങ്കര ഭക്തനാണ്. അപ്പോ അത് ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ കേട്ടോ. പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ട്, ഇപ്പം ടൗണിൽ പോയതായിരുന്നു. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക്, ചേട്ടായി ഇങ്ങനെ ഒരു സാറിനെ വിളിച്ച് ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് പറയട്ടെ, ചേട്ടായുടെ കാര്യം പറയട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ എന്നതാന്ന്. നീ ചോദിച്ചോ, നിനക്ക് എങ്ങനെയെങ്കിലും നീ അങ്ങനെയാലും ഒന്ന് വിശ്വസിക്കുമല്ലോ എന്ന് പറഞ്ഞു. നീ ആരോട് വേണേലും ചോദിച്ചോ, എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഒഴിവുള്ളപ്പോ ഞാൻ എന്നാ വിളിക്കാം കേട്ടോ, എനിക്ക് സംസാരിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എപ്പോ വേണേലും സംസാരിച്ചു സാർ. ആയിക്കോട്ടെ, ശരി ശരി.